അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ ഖാതമിൽ അംബിയാഇ സയ്യിദിൽ മുത്തഖീൻ മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളവറ്റ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായം സൂറത്തുൽ വാഖിയയിലെ 1 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ഖുർആനിൻ്റെ മഹത്വവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ ഗാംഭീര്യതയും സൂചിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിനുള്ള കാരണം ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് പരിശുദ്ധ ഖുർആൻ. തൻസീലും മിർ റബ്ബിൽ ആലമീൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ وتجعلون رزقكم أنكم تكذبون فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فأما إن كان من المقربين فروح وريحان وجنة نعيم وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم. അപ്പോൾ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള അവതരണമാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അഫബിഹാദൽ ഹദീസ്, എന്നിരിക്കെ ഈ വർത്തമാനത്തിൻ്റെ വിഷയത്തിലാണോ
അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ വർത്തമാനം, വൃത്താന്തം, വാർത്ത. അഫബിഹാദൽ ഹദീസ്, ഈ ഒരു ഹദീസിൻ്റെ വിഷയത്തിലാണോ അൻതും നിങ്ങൾ മുദ്ഹിനൂൻ. അദ്ഹന യുദ്ഹിനു ഇദ്ഹാനൻ. അദ്ഹന എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഒരു വിഷയത്തിൽ കൃത്യമായ നിലപാടില്ലാതെ മറ്റൊന്നിലേക്ക് ചായ്വ് കാണിക്കുന്നതിനും ആദർശപരമായ സ്ഥിരതയില്ലാത്ത അവസ്ഥക്കുമാണ് ഇദ്ഹാൻ എന്ന് പറയുന്നത്. അദ്ഹന യുദ്ഹിനു ഇദ്ഹാനൻ. ദഹ്ന് എന്ന് പറഞ്ഞാൽ ശരിക്ക് എണ്ണ, വെളിച്ചെണ്ണ, ഓയിൽ, ഇതിനൊക്കെ ദഹ്ന് എന്ന് ഉപയോഗിക്കും. ഓയിലാകുമ്പോൾ അതിനൊരു ഗ്രിപ്പ് ഉണ്ടാവില്ല. ഓയിലിൻ്റെ സ്വഭാവം, അതിന് ഗ്രിപ്പ് ഉണ്ടാവില്ല. ആ വേർഡിൽ നിന്നാണ് ഈ വേർഡ് വന്നിട്ടുള്ളത്. അദ്ഹന യുദ്ഹിനു ഇദ്ഹാനൻ. ഒന്നിലുറച്ചു നിൽക്കാതെ തിന്മയുടെ വക്താക്കളിലേക്ക് ചായ്ഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇത്രയും ഉന്നതമായ ഒരു ഗ്രന്ഥമായിട്ടും ഈ ഖുർആനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ പുറംപൂച്ച് കാണിക്കുകയാണോ? നിങ്ങൾ തിന്മയുടെ ആളുകളിലേക്ക്, തക്ദീബിൻ്റെ ആളുകളിലേക്ക്, കളവാക്കുന്ന ആളുകളിലേക്ക് ചായ്വ് കാണിക്കുകയാണോ? അതേപോലെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ വേർഡിന് വന്നിട്ടുള്ള അർത്ഥം തുകദ്ദിബൂൻ എന്നാണ്. തക്ദീബ്, കളവാക്കുക. ഈ വർത്തമാനത്തെയാണോ നിങ്ങൾ കളവാക്കുന്നത്? മറ്റൊരു തഫ്സീർ, ഈ വർത്തമാനത്തിൻ്റെ വിഷയത്തിലാണോ നിങ്ങൾ സത്യനിഷേധികളിലേക്ക് ചായ്വ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ഖുർആനിനെ അവഗണിക്കുന്ന, ഖുർആനിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്ത ഏതൊരാളോടുമുള്ള ചോദ്യമാണ്, ഈ പരിശുദ്ധ ഖുർആനിൻ്റെ വിഷയത്തിൽ നിങ്ങൾ അന്താളിച്ച് നിൽക്കുകയാണോ? പുറംപൂച്ച് കാണിക്കുകയാണോ? ശത്രുക്കളിലേക്ക് ചായ്വ് കാണിക്കുകയാണോ? നിഷേധിക്കുകയാണോ? ഇതെല്ലാം ഈ വാക്കിന് അർത്ഥമായി നൽകപ്പെട്ടിട്ടുണ്ട്. വതജഅലൂന റിസ്ഖക്കും, നിങ്ങൾ നിങ്ങളുടെ റിസ്ഖിനെ ആക്കുകയാണോ? നിങ്ങൾക്ക് അല്ലാഹു നൽകിയ റിസ്ഖ്, ഉപജീവനം, അതാ, റഹ്മത്ത്, അതിനെ നിങ്ങൾ അന്നകും തുകദ്ദിബൂൻ, നിങ്ങൾ അതിനെ കളവാക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണോ? കദ്ദബ യുകദ്ദിബു തക്ദീബ. ഇവിടെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സ്ഥിരപ്പെട്ട റിവായത്തിൽ കാണാം, വതജഅലൂന റിസ്ഖക്കും ഐ ശുക്രക്കും, നിങ്ങൾ നിങ്ങളുടെ നന്ദിയെ ആക്കുകയാണോ? അന്നക്കും തുകദ്ദിബൂൻ, കളവാക്കുക എന്നത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നിഅമത്തുകൾ തരുന്നു, അനുഗ്രഹങ്ങൾ തരുന്നു. പക്ഷേ ഒന്നെങ്കിൽ നിങ്ങൾ ദൈവത്തെ തന്നെ നിഷേധിക്കുന്നു, അല്ലെങ്കിൽ അതിനെ മറ്റു ദൈവങ്ങളിലേക്കും മറ്റു വ്യവസ്ഥകളിലേക്കും ചേർത്ത് പറയുന്നു. അതുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ തഫ്സീറിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞ ഒരു ഹദീസ് മുഫസ്സിരിങ്ങൾ കൊണ്ടുവന്നത് കാണാം. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതത്തിൽ സുബൈ നമസ്കരിച്ച് കഴിഞ്ഞപ്പോൾ, അന്ന് തലേ ദിവസം മഴ പെയ്തിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു സ്വഹാബത്തിനോട്, അള്ളാഹു പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല. അള്ളാഹു പറയുന്നത്, എൻ്റെ അടിമകളിൽ ചിലർ ഇന്ന് എന്നല്ല, ഏതൊരു പ്രഭാതത്തിലും അവരിൽ ചിലർ എന്നിൽ വിശ്വസിക്കുന്നു, രാശികളിലും ഞാറ്റുവേലകളിലും അവിശ്വസിക്കുന്നു, വേറെ ചിലർ ഞാറ്റുവേലകളിലും നക്ഷത്ര രാശികളിലും ഗ്രഹങ്ങളുടെ നിലകളിലും വിശ്വസിക്കുന്നു, എന്നിൽ അവിശ്വസിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് വിശദീകരിച്ചു. ആരാണോ പറയുന്നത് മുത്തിർന ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ ഫദ്ല് കൊണ്ടും റഹ്മത്ത് കൊണ്ടുമാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത് എന്ന് പറയുന്നവൻ, വഹുവ മുഅ്മിനുൻ ബി വകാഫിറുൻ ബിൽ കവാകിബ്, അവർ എന്നിൽ വിശ്വസിക്കുന്നു, നക്ഷത്രങ്ങളെ അവർ അവഗണിക്കുന്നു, നിഷേധിക്കുന്നു. എന്നാൽ ആരെങ്കിലും പറയുകയാണ് മുത്തിർന ബിനൗഇ കദ വകദ, ഇന്ന ഞാറ്റുവേല കൊണ്ട്, ഇന്ന ഗ്രഹം ഇന്ന സ്ഥലത്തായതുകൊണ്ടാണ് മഴ കിട്ടിയത് എന്നിങ്ങനെ
ആ നിഅമത്തിനെ ഗ്രഹങ്ങളിലേക്കും അവയുടെ പിന്നിലുള്ള ദേവതകളിലേക്കും ദേവന്മാരിലേക്കുമൊക്കെ ആരാണോ ചേർത്ത് പറയുന്നത്, അവർ എന്നിൽ അവിശ്വസിക്കുകയും ഞാറ്റുവേലകളിലും ഗ്രഹനിലകളിലും അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. വതജഅലൂന റിസ്ഖക്കും, അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ റിസ്ഖിനെ, ഉപജീവനത്തെ, അനുഗ്രഹങ്ങളെ, അതിനോടുള്ള ശുക്റിനെ, വതജഅലൂന ശുക്റക്കും അന്നക്കും തുകദ്ദിബൂൻ, നിങ്ങളതിനെ കളവാക്കുകയാണോ? അങ്ങനെയാണോ പ്രത്യുപകാരം ചെയ്യേണ്ടത്? അങ്ങനെയാണോ നന്ദി കാണിക്കേണ്ടത്? മറിച്ച് നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുകയും അവൻ്റെ ഏകത്വം അംഗീകരിക്കുകയുമല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ അനുഗ്രഹങ്ങളെ ഒന്നുകിൽ ദൈവമില്ലെന്ന് പറഞ്ഞ് നിഷേധിക്കൽ, അല്ലെങ്കിൽ ബഹുദൈവങ്ങളിലേക്ക് ചേർത്ത് പറയൽ. സൂറത്തുൽ ആറാഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആദം സന്തതികൾക്കൊരു കുട്ടിയെ കിട്ടുന്നത് വരെ അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സാലിഹായ ഒരു സന്താനത്തെ നൽകിയാൽ ഞങ്ങൾ നന്ദിയുള്ളവരാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു സന്താനത്തെ നൽകിയാലോ, അപ്പോൾ അവരത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നു. ഇന്ന ഷെയ്ഖിൻ്റെ ബറക്കത്ത് കൊണ്ടാണ്, ഇന്ന വലിയിൻ്റെ ബറക്കത്ത് കൊണ്ടാണ് ഞങ്ങൾക്കിത് കിട്ടിയത്, എന്നിട്ട് ആ ജാറത്തിലേക്ക് നേർച്ചയാക്കുകയും ചെയ്യും. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹ് കൊടുത്തു. പക്ഷേ പ്രത്യുപകാരം ഏതെങ്കിലും ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്ക്, ഏതെങ്കിലും വലിയിന്, തങ്ങൾക്ക് അങ്ങനെ കൊടുക്കുന്ന നന്ദി കെട്ട ആളുകൾ. മാത്രമല്ല പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ റിസ്ഖ്, ആ റിസ്ഖിൽ ഏറ്റവും വലുതാണ് ഖുർആൻ എന്ന സന്ദേശവും അതിലുണ്ട്. പരിശുദ്ധ ഖുർആനാണ് അല്ലാഹു നൽകിയതിൽ ഏറ്റവും ഖൈറായത്. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, മനുഷ്യർ ഒരുമിച്ച് കൂട്ടുന്ന വിഭവങ്ങളിൽ ഏറ്റവും ഖൈറായത് ഖുർആനാണ്. ഏറ്റവും ഖൈറായത് ഖുർആനാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയുന്നത്, നിൻ്റെ സൗഭാഗ്യം ഖുർആനിൽ നിന്നുള്ള ഓഹരി നിൻ്റെ അടുക്കൽ എത്രയുണ്ടോ അതിനനുസരിച്ചാണ്. നിൻ്റെ ദൗർഭാഗ്യം ഖുർആനിൽ നിന്നുള്ള ഓഹരി എത്ര കണ്ട് നിന്നിലില്ലയോ അതിനനുസരിച്ചാണ്. സൂറത്ത് ത്വാഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്താണ് അതിൻ്റെ തെളിവ്. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, ഈ ഖുർആനിനെ ഒരിക്കലും താങ്കൾ ദൗർഭാഗ്യവാനാകാൻ വേണ്ടി നാം അവതരിപ്പിച്ചിട്ടില്ല എന്നാണ്. പിന്നെന്തിനാണ്? ലിതസ്അദ്, താങ്കൾ സൗഭാഗ്യവാനാവാനാണ്. ഖുർആൻ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഖുർആനിനെ മുറുകെ പിടിക്കുന്നവർക്ക് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. ആ മുബാറക്കായ ഗ്രന്ഥം എന്ന് പറയാനുള്ള കാരണം അതാണ്. അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ഖുർആനിനെ മുറുകെ പിടിക്കുമ്പോൾ ബറക്കത്തുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഖുർആനിനെ അവഗണിക്കുന്നതിനനുസരിച്ച് ഈ ബറക്കത്ത് ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ബറക്കത്ത് നൽകുന്ന റിസ്ഖായ ഖുർആനിനെ അള്ളാഹു നൽകിയിട്ട് നിങ്ങളതിനെ കളവാക്കുകയാണോ? അൻതും മുദ്ഹിനൂൻ, സത്യനിഷേധികൾക്ക് ചായ്വ് കാണിച്ച് അവരുടെ വാദങ്ങളിലേക്കാണോ നിങ്ങൾ മടങ്ങുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യനിഷേധികളോട് പറയുകയാണ്, ഫലൗല, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇല്ല, അല്ലെങ്കിൽ അല്ല. ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഇദാ ബലഗത്ത് എത്തിയാൽ, അൽ ഹുൽഖൂം ഹൽഖ് തൊണ്ടക്കുഴിയിൽ എത്തിയാൽ. ഇവിടെ ബലഗത്ത് സ്ത്രീലിംഗ രൂപത്തിൽ പറഞ്ഞത് നഫ്സിനെ ഉദ്ദേശിച്ചാണ്. റൂഹ്, ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയാൽ എന്തുകൊണ്ട് നിങ്ങളുടെ ആ നിഷേധം കാണുന്നില്ല? ഫലൗല, എന്തുകൊണ്ടില്ല? ഇദാ ബലഗത്തിൽ ഹുൽഖൂം, റൂഹ് മരിക്കുന്ന സമയത്ത് റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ, കഴുത്തിൻ്റെ ഭാഗത്ത് എത്തിയാൽ. കാരണം അത് ഇവിടെ വരെ മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് തൗബക്ക് വേണ്ടി അനുവദിച്ചിട്ടുള്ളൂ. അതാണ് ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗർഗർ ഈ തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ് റൂഹ് കാലിൽ നിന്നാണ് പിടിക്കുക, കാലിൽ നിന്നാണ് പിടിച്ചു വരിക. അതുകൊണ്ട് തന്നെ മരിക്കുന്ന ആളുടെ കാലിൻ്റെ ഭാഗമാണ് ചലനമറ്റ് പിന്നെ മെല്ലെ 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 വരും.
തൊണ്ടയിലെത്തുമ്പോഴാണ് ഗർഗറ ശബ്ദമുണ്ടാകുന്നത്. ഗർഗറ ശബ്ദമുണ്ടാകുന്നത് തൊണ്ടക്കുഴിയിലെത്തുമ്പോഴാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയുടെ തൗബ സ്വീകരിക്കും മാലം യുഗർഗിർ. ഗർഗറ ശബ്ദം വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ തൗബ സ്വീകരിക്കും. ഈ തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാണ് പിന്നെ മരണം സുനിശ്ചിതമായി, ഇനി ഒരു മടക്കമില്ല, മലക്കുകളെ കൃത്യമായി കണ്ടു കഴിഞ്ഞു, ഇനി ഈമാനിന് പ്രസക്തിയുമില്ല. പിന്നെ കണ്ണിലൂടെയാണ് റൂഹ് പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കണ്ണിലൂടെ പുറത്തേക്ക് പോകുമ്പോൾ മനുഷ്യൻ ആ റൂഹിനെ നോക്കി നിൽക്കുന്ന, അതിന് ശേഷമാണ് ജീവൻ പോകുന്നത്. റൂഹും പോയതിന് ശേഷമാണ് ജീവൻ പോകുന്നത്. ആ റൂഹിനെ കണ്ണുകൾ പിന്തുടരും. ഒരു മരണ വീട്ടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നപ്പോൾ ആ വ്യക്തിയുടെ കണ്ണ് തുറന്ന് നിൽക്കുകയാണ്. അധികം ആളുകളും മരിക്കുമ്പോൾ കണ്ണ് തുറന്നിട്ടാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കണ്ണുകൾ അടച്ചു. എന്നിട്ട് പറഞ്ഞു, റൂഹ് ശരീരത്തെ വേർപിരിയുമ്പോൾ കണ്ണുകൾ അതിനെ പിന്തുടരും, ഫോളോ ചെയ്യുന്ന, അതിനെ നോക്കി നിൽക്കുന്നതാണ്, അതിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എവിടെ നിൻ്റെ നിഷേധം? ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. വഅൻതും നിങ്ങൾ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ആളുടെ ബന്ധുക്കൾ, ഹീനഇദിൻ ആ സമയത്ത് മരിക്കാൻ വേണ്ടി മരണമാസന്നമായ ആൾ കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ തൻളുറൂൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റൂല. നളറ യൻളുറു നളറൻ വഅൻതും ഹീനഇദിൻ തൻളുറൂൻ. ആ സമയത്ത് നിങ്ങളെല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. ഡോക്ടർമാർ വരെ പറഞ്ഞു, ഞങ്ങളെ കൊണ്ടൊന്നും കഴിയൂല, എല്ലാവരും കൈയൊഴിഞ്ഞു. ഒരു ഹീലത്തും നിങ്ങളുടെ കയ്യിലുണ്ടാവില്ല, ഒരു തന്ത്രവും നിങ്ങളുടെ കയ്യിലില്ല. ഇങ്ങനെ നോക്കി നിൽക്കാനല്ലാതെ ആ മനുഷ്യൻ്റെ റൂഹിനെ പിടിച്ചു വെക്കാൻ, ജീവനെ പിടിച്ചു വെക്കാൻ ഈ കോടാനുകോടി മനുഷ്യന്മാർ മുഴുവൻ ഒന്നു ചേർന്നാലും ഒരു മനുഷ്യൻ്റെ ജീവൻ സംരക്ഷിക്കാൻ ഇത്രയും വലിയ ടെക്നോളജിയുള്ള നിങ്ങൾക്ക് കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ മുഴുവൻ മിലിറ്ററി ഇറക്കിക്കോ, പട്ടാളത്തെ മുഴുവൻ ഇറക്കിക്കോ, സകല ടെക്നോളജികളും കൊണ്ടുവന്നോ, ഒരു മനുഷ്യൻ്റെ പോട്ടെ ഒരു ഉറുമ്പിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല. ഒരു ഉറുമ്പിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിയില്ല, പിന്നല്ലേ മനുഷ്യൻ്റെ. അള്ളാഹു പറയണം, നിങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അൻതും ഹീനഇദിൻ തൻളുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും. വനഹ്നു നാം, അഖറബു ഖരീബ് എന്ന് പറഞ്ഞാൽ അടുത്ത്, അഖറബു എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത്. വനഹ്നു അഖറബു ഇലൈഹി ആ മരിക്കുന്ന വ്യക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നാം ആയിരിക്കും ആ സമയത്ത്. വലാക്കിൻ പക്ഷേ ലാ തുബസിറൂൻ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അബ്സറ യുബ്സിറു ഇബ്സാറൻ കാണുക, നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇവിടെ വനഹ്നു എന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത് ബിമലായികതി, എൻ്റെ മലക്കുകളെ കൊണ്ട് നാം അവരോടടുത്തായിരിക്കുന്ന. അള്ളാഹു ഇറങ്ങി വരുമെന്നർത്ഥത്തിലല്ല, അള്ളാഹു അപ്പോഴും അർശിൽ തന്നെയാണ്. മറിച്ച് അള്ളാഹു ഏറ്റവും അടുത്ത് എന്ന് പറയുന്നത് അവൻ്റെ മലക്കുകളിലൂടെയാണ്. സൂറത്തു ഖാഫിൽ അതിനുള്ള തെളിവുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ്. അള്ളാഹു നിങ്ങളുടെ ജീവനാഡിയേക്കാൾ അടുത്താണ്. എപ്പോൾ? ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വ അനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ആ ഏറ്റെടുക്കുന്ന മലക്കുകൾ നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവനാഡിയേക്കാൾ നിങ്ങളോട് നാം അടുത്തുണ്ട്. അപ്പോൾ ആ മലക്കുകളിലൂടെയാണ് അള്ളാഹുവിൻ്റെ ആ സാമീപ്യം, അള്ളാഹുവിൻ്റെ അറിവിലൂടെയാണ് ആ സാമീപ്യം. ഇവിടെയും അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ മലായിക്കത്തുകളെ കൊണ്ടും നിങ്ങളുടെ ഏറ്റവും അടുത്തായിരിക്കും. എന്ന് പറഞ്ഞാൽ ബന്ധുക്കളൊക്കെ ചുറ്റിലുമുണ്ടെങ്കിലും ഈ വ്യക്തിയോടടുത്ത് നിൽക്കുന്നത് ആരാണ്? മലക്കുകളാണ്. അതൊന്നും രണ്ടും മലക്കുകളല്ല, കൂട്ടം കൂട്ടമായി മലക്കുകളുണ്ടാകുന്നു. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ.
ആ വീട്ടിൽ നിങ്ങളുടെ കൂടെ ആ മലക്കുകൾ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. തതനസ്സല എന്ന് പറഞ്ഞാൽ കൂട്ടം കൂട്ടമായി ഇറങ്ങുന്നതിനാണ്. വെറും ഒരു മലക്കല്ല, അലൈഹിമുൽ മലായിക. ഹദീസിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് മദ്ദൽ ബസർ എന്നാണ്. കണ്ണെത്താത്ത ദൂരത്തോളം മലക്കുകൾ ഉണ്ടാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാഴ്ച എത്ര പരിധി വരെ പോകുമോ അത്രയും പരിധിയിൽ മലക്കുകൾ അയാൾക്ക് കാണാം. ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അത്രയും മലക്കുകൾ ഉണ്ടാവും. പക്ഷേ വലാക്കില്ലാത്ത തുബ്സിറൂൻ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ഈ വരുന്നവരൊക്കെ ചുറ്റിലുമാണിരിക്കുക, ഈ വരുന്നവർ ചുറ്റിലുമാണിരിക്കുക. എന്നിട്ട് റൂഹിനെ പിടിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ റൂഹ് ശരീരത്തിൽ ഓടി ഒളിക്കും. സത്യനിഷേധികളാണെങ്കിൽ അടിച്ചുകൊണ്ട് ആ റൂഹിനെ പിടിക്കുന്ന മലക്കുകൾ പുറത്തും മുഖത്തും അടിച്ചിട്ടാണ് റൂഹിനെ പിടിക്കുന്നത്. എന്നിട്ട് തലയുടെ ഭാഗത്തേക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞു റൂഹ് തൊണ്ടക്കുഴിയിലെത്തുക, അവിടെ എത്തുമ്പോഴാണ് മലക്കുൽ മൗത്ത് വരുന്നത്. അതുവരെ തൻ്റെ പരിചാരകരാണ് വരുന്നത്. മലക്കുൽ മൗത്തിൻ്റെ കീഴിൽ ധാരാളം മലക്കുകളുണ്ട്. മലക്കുൽ മൗത്താണ് സയ്യിദ്, നേതാവ്. മരണത്തിൻ്റെ സയ്യിദ് മലക്കുൽ മൗത്താണ്. അപ്പോൾ അതുവരെ മറ്റു മലക്കുകളാണ് ഉണ്ടാവുക. പിന്നെ മലക്കുൽ മൗത്തിൻ്റെ ഒരു സീറ്റ് തലയുടെ ഭാഗത്ത് ഒഴിച്ചിടുന്നതാണ്. അവിടേക്ക് പിന്നെ മലക്കുൽ മൗത്ത് വന്നിട്ട്, മലക്കുൽ മൗത്ത് വന്നാൽ അധികം നിൽക്കൊന്നുമില്ല. ഈ റൂഹിനെ പിടിച്ചിട്ട് വേഗം അതിൻ്റെ കയ്യിലുള്ള വസ്തുവിൽ വെച്ചു കൊടുക്കും, കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് വനഹ്നു അഖറബു ഇലൈഹി മിൻകും. ആ മരിക്കുന്ന ആളുടെ തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും കയ്യിൻ്റെ ഭാഗത്തും ഇടതും വലതുമൊക്കെ ആ റൂം നിറയെ മലക്കുകളായിരിക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ മരണമാസന്നമായ ആളുകളുടെ അടുത്ത് വന്നാൽ നല്ലത് മാത്രമേ പറയാവൂ. കാരണം അവിടെ മുഴുവൻ മലക്കുകളുണ്ട്, അവർ ആമീൻ പറയുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ആമീൻ പറയും. അപ്പോൾ മോശം പറഞ്ഞാലും ആമീൻ പറയും, ദുഷിച്ച് പറഞ്ഞാൽ ആമീൻ പറയും. അതുകൊണ്ട് നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറയാനുള്ള കാരണം അതാണ്. അപ്പോൾ വളരെ ഗൗരവത്തിലുള്ള ചോദ്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഫലൗല, വീണ്ടും അള്ളാഹുവിൻ്റെ ചോദ്യം, ഫലൗല, എന്തുകൊണ്ട് സാധിക്കുന്നില്ല നിങ്ങൾക്ക്? ഇൻ കുൻതും, നിങ്ങളാണെങ്കിൽ, ഗൈറ മദീനീൻ, ദാന യദീനു ദീനൻ, രണ്ടർത്ഥമുണ്ടതിന്. ദാന എന്ന് പറഞ്ഞാൽ ശരിക്കും വേർഡിൻ്റെ അർത്ഥം കീഴൊതുങ്ങുക എന്നാണ്, കീഴൊതുങ്ങുക. അതുകൊണ്ടാണ് ദീൻ എന്ന് പറഞ്ഞാൽ മതം, ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? കീഴൊതുങ്ങുക. മതം എന്ന് പറഞ്ഞാൽ ശരിക്കും ഇസ്ലാമാണ്. കാരണം ആ വേർഡിനോട്, അദ്ദീൻ എന്ന വേർഡിനോട് 100% യോജിക്കുന്ന വേർഡാണ് ഇസ്ലാം. ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ദാന യദീനു ദീനൻ, കീഴൊതുങ്ങുക, സമർപ്പിക്കുക. അതേപോലെ തന്നെ പ്രതിഫലം നൽകുക എന്നൊരർത്ഥവുമുണ്ട്. ദാന യദീനു ദീനൻ, പ്രതിഫലം നൽകുക. അപ്പോൾ ഇവിടെ ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ എന്നതിന് 2 വ്യാഖ്യാനവുമുണ്ട്. നിങ്ങൾ കീഴൊതുക്കപ്പെടുന്നവരല്ലെങ്കിൽ, മഖ്ഹൂരീൻ, നിങ്ങൾ കീഴ്പ്പെടുത്തപ്പെടുന്നവരല്ലെങ്കിൽ, നിങ്ങളാണ് കീഴ്പ്പെടുത്തുന്നവരെങ്കിൽ മരണത്തെ തിരിച്ചു പിടിക്കുക. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പ്രതിഫല നാളിന് വിധേയരാക്കപ്പെടുകയില്ലെങ്കിൽ, പ്രതിഫല നാളിന്, ഖിയാമത്ത് നാളിന് നിങ്ങൾ കീഴൊതുങ്ങുന്ന ഒരവസ്ഥ നിങ്ങൾക്കില്ലെങ്കിൽ, അങ്ങനെ ഒരു പരലോകമില്ലെങ്കിൽ, അങ്ങനെ ഒരു സ്വർഗവും നരകവും ഒന്നുമില്ലെങ്കിൽ, ഫലൗല ഇൻ കുൻതും ഗൈറ മദീനീൻ, അന്നേ ദിവസത്തേക്ക് നിങ്ങൾ കീഴ്പ്പെടുത്തപ്പെടുന്നവരല്ലെങ്കിൽ, തർജിഊനഹ, നിങ്ങൾ അതിനെ മടക്കി പറഞ്ഞയക്കുന്നതാണ്. റജഅ യർജിഉ റുജൂഅൻ, മടങ്ങുക, മടക്കുക. തർജിഊനഹ, നിങ്ങൾ അതിനെ മടക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ച് ശരീരത്തിലേക്ക് കൊണ്ടുപോകാന്നാണ് പറയുന്നത്. തിരിച്ചു കൊണ്ടുപോവാ ശരീരത്തിലേക്ക്. തർജിഊനഹ ഇൻ കുൻതും സ്വാദിഖീൻ,
നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ മരണത്തെ പിടിച്ചു വെക്ക്, റൂഹിനെ തിരിച്ചു കൊണ്ടുപോവാ. ആ റൂഹ് ഇങ്ങനെ പോകുന്നത് നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ സയൻസിനെ വിളി. ദൈവമില്ലെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന മനുഷ്യ, സാധിക്കുമെങ്കിൽ നീ മരണത്തെ പിടിച്ചു വെക്ക്, റൂഹിനെ പിടിച്ചു വെക്ക്, ജീവനെ പിടിച്ചു വെക്ക് എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ മനുഷ്യന് പകച്ചു നിൽക്കുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും മഹത്തായ ഗാംഭീര്യമേറിയ ആശയങ്ങളിലേക്ക് അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുമ്പോൾ, പ്രത്യേകിച്ചും ഖുർആനിലൂടെ, നിങ്ങൾ പുറംപൂച്ച് കാണിക്കാതെ, അഹങ്കരിക്കാതെ, നിഫാക്ക് കാണിക്കാതെ, തിന്മയുടെ ആളുകളിലേക്ക് ചായ്വ് കാണിക്കാതെ സത്യത്തെ ഫോളോ ചെയ്യാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിൻ്റെ അവസ്ഥയെ ഈ അധ്യായം തുടങ്ങിയിടത്തേക്ക് അല്ലാഹു ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ കൊണ്ടുപോവുകയാണ്. കാരണം ഈ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്സാബിഖൂന സ്സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ. അതാണ് ആദ്യം പറഞ്ഞത്. അതാണ് ഫഅമ്മ ഇൻ കാന മിനൽ മുഖറബീൻ. ഫഅമ്മ, അപ്പോൾ ഇൻ കാന, ആ വ്യക്തിയാണെങ്കിൽ, മിനൽ മുഖറബീൻ, സാമീപ്യം സിദ്ധിക്കപ്പെട്ടവരിൽ പെട്ട ആളാണെങ്കിൽ, അള്ളാഹുവിലേക്ക് മുഖറബായ അഥവാ സൽക്കർമ്മങ്ങൾ കൊണ്ടും, വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, ഫർളിന് പുറമെ സുന്നത്തായ കാര്യങ്ങൾ കൂടി ചെയ്ത് ഒരുപാട് ദിക്ർ ദുആകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിൽ മരിക്കുന്ന സമയത്ത്, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം. റൗഹ് എന്ന് പറഞ്ഞാൽ റാഹത്താണ് ഉദ്ദേശം. പല തഫ്സീറുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഇബ്നു ജരീർ തബരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞു, ബിഫത്ഹിർ റാഇ ഐ റൗഹുൻ ഫലഹു ബർദുൻ, ഒരു തണുപ്പുണ്ടാവുന്ന, തണുപ്പ്, ഒരു തണുത്ത അവസ്ഥ ലഭിക്കും ആത്മാവിന്. റൈഹാനോ റിസ്ഖുൻ വാസ്യ, വിശാലമായ ഉപജീവനത്തിന് റൈഹാൻ എന്ന് പറയും. അറബികൾ പൊതുവെ അത് ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ധാരാളമായി നമുക്ക് കാണാൻ പറ്റുന്നത് റിസ്ഖുൻ വാസിഉൻ, വിശാലമായ റിസ്ഖ്, ഉപജീവനം, സുഖസൗകര്യങ്ങൾ, ഒരുപാട് സുഖസൗകര്യങ്ങൾ, അതാണ് റൈഹാൻ. വേറെ ചില ഉലമാക്കൾ പറഞ്ഞു റൗഹ് എന്ന് പറഞ്ഞാൽ റാഹത്താണ് ഉദ്ദേശം. റൈഹാൻ അതേപോലെ തന്നെ റാഹത്ത് എന്നതിൻ്റെ മറ്റൊരു വസന്, മറ്റൊരു വേർഡാണ്. അതുകൊണ്ട് അവർ പറഞ്ഞു ഫറാഹത്തുൻ വ മുസ്തറാഹുൻ, റാഹത്ത്, മുസ്തറാഹ്, ആശ്വാസം, സമാധാനം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ റൗഹ് എന്നതിന് ആശ്വാസം എന്നതാണെങ്കിലും റൈഹാൻ എന്ന് നമുക്കറിയാം, സുഗന്ധച്ചെടി, അതിന് റൈഹാൻ എന്ന് പറയും. നല്ല സുഗന്ധം, അതിന് റൈഹാൻ എന്ന് പറയും. സുഗന്ധച്ചെടിക്ക് റൈഹാൻ എന്ന് പറയും. നല്ല അത്തറിന് റൈഹാൻ എന്ന് പറയും. സുഗന്ധമാണ് ഉദ്ദേശം. അപ്പോൾ അവർക്ക് റാഹത്തുമുണ്ട്, റൈഹാനുമുണ്ട്, നല്ല സുഗന്ധവും ഉണ്ടാവും, നല്ല തണുപ്പും ആശ്വാസവും മരിക്കുന്ന സമയത്ത് തോന്നും. അതിനുള്ള തെളിവാണ് സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്, ഒരു നല്ല മനുഷ്യനാണ് മരണപ്പെടുന്നതെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള കഫൻപുടയാണ് കൊണ്ടുവരുന്നത്. മലക്കുൽ മൗത്തിൻ്റെ കയ്യിൽ സ്വർഗത്തിൽ നിന്ന് ഒരു പുടവ ഉണ്ടാവുന്ന, ഈ ആത്മാവിനെ കൊണ്ടുപോവാൻ സ്വർഗത്തിൽ നിന്നാണ് പുടവ കൊണ്ടുവരുന്നത്. സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവും അതിൽ പുരട്ടിയിട്ടുണ്ടാകുന്നതാണ്. പിന്നെ അതിൻ്റെ റൈഹാനെ കുറിച്ച് പറയണോ? അപ്പോൾ ആ മരിക്കുന്ന ആളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ആ മുഖറബീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചുറ്റിലുമുള്ള ആളുകൾ നമ്മെ ഓർത്ത് ദുഃഖിക്കുമ്പോഴും മലക്കുൽ മൗത്തിൻ്റെ കയ്യിലുള്ള പുടവ കണ്ട് അതിൻ്റെ സുഗന്ധം കണ്ട് ആസ്വദിച്ച് സന്തോഷത്തോടുകൂടി ഒരു ബേജാറുമില്ലാതെ, അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കുകയേ വേണ്ട, ഒരു സങ്കടവും വേണ്ട. അഥവാ പോവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള പേടിയോ വിട്ടേച്ചു പോകുന്ന ദുനിയാവിനെക്കുറിച്ചുള്ള സങ്കടമോ വേണ്ട.
ഈ രണ്ട് അവസ്ഥയാണല്ലോ മനുഷ്യനുള്ളത്. ഒന്ന് മരിച്ചു കഴിഞ്ഞാൽ റബ്ബേ ഞാൻ ഖബറിലേക്കാണല്ലോ പോകുന്നത്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് മരിക്കുന്ന ആൾ ചിന്തിക്കും. രണ്ട്, അള്ളാഹുവേ എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യ, എൻ്റെ സ്വത്ത്, എൻ്റെ ബിസിനസ്, രാവ് പകലൊരുപോലെ ഏതൊരു ആളുകൾക്ക് വേണ്ടിയാണോ ഞാൻ അധ്വാനിച്ചത്, രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രിയിലും എൻ്റെ ആയുസ് മുഴുവൻ നൽകി വെയിൽ കൊണ്ട് മഴ കൊണ്ട് വിദേശത്ത് യാത്ര ചെയ്ത് ആർക്ക് വേണ്ടിയാണോ ഞാൻ ഇത്രയും എല്ലാം അധ്വാനിച്ചത്, അവരെയെല്ലാം ഞാൻ വിട്ടേച്ചു പോവുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരുപാട് വർഷം ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്. 20, 30, 40 വർഷം ഒരു വീടൊന്നും ആയിട്ടുണ്ടാവില്ല. ആ വീട്ടിലേക്ക് വീട് കൂടാൻ വേണ്ടി ഗൾഫിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ രാത്രിയിൽ മരിച്ചുപോയ ആളുകളുടെ വാർത്തകൾ എത്ര നമ്മൾ കേൾക്കുന്നത്. ആ മനുഷ്യൻ്റെ മനസ്സിൽ ഞാൻ മരിക്കാൻ പോവാണ് എന്ന ചിന്തയും ഉറപ്പും വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സങ്കടമുണ്ട്, വല്ലാത്തൊരു സങ്കടം. മക്കളെ കണ്ടിട്ട് എത്രയോ ആയി, ഭാര്യയെ കണ്ടിട്ട് എത്രയോ ആയി, ഉമ്മയെയും ഉപ്പയെയും കണ്ടിട്ട് ഒരുപാട് ദിവസങ്ങളായി. പക്ഷെ ആ വീട്ടിലേക്ക് പോവാനല്ല അള്ളാഹു വിളിക്കുകയാണ്, അള്ളാഹുവിൻ്റെ അടുത്തേക്ക്, ഖബറിലേക്ക് വാ, വീട്ടിലേക്കല്ല, നാട്ടിലേക്കല്ല, ഖബറിലേക്ക് വാ എന്ന് റബ്ബ് വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വല്ലാത്ത സങ്കടമുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ്, മലക്കുകൾ നല്ല മനുഷ്യരായിക്കൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അതൊന്നും ഒരു സങ്കടമല്ല, അതൊന്നും ഒരു വിഷമമേ അല്ല. അല്ലാ തഖാഫൂ, ഒരു പേടിയും വേണ്ട, വലാ തഹ്സനു, ഒരു നിലക്കും സങ്കടപ്പെടണ്ട, ഒരു വിഷമവും വേണ്ട. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ, അള്ളാഹു നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗം കൊണ്ട് സന്തോഷിച്ചോളൂ. സ്വർഗത്തിലേക്കാണ് പോകുന്നത്, വളരെ നല്ല അവസ്ഥയിലേക്കാണ് പോകുന്നത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമ്മെ അത്തരം ആളുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ആ സ്വർഗത്തിൽ നിന്നുള്ള പുടവയിലും സ്വർഗത്തിൻ്റെ സുഗന്ധത്തിലേക്കും ആ ആത്മാവിനെ വെച്ചു കൊടുക്കുന്നതാണ്. കൂജയിൽ നിന്ന് വെള്ളം ഒഴുകുന്നത് പോലെയാണ് ആത്മാവ് പുറത്തേക്ക് വരിക എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഈസിയായ മരണം അള്ളാഹു നമുക്കത് പ്രദാനം ചെയ്യട്ടെ. അതാണ് അമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ ഫറൗഹു വറൈഹാനുൻ വജന്നതു നഈം, അവർക്ക് ആശ്വാസമുണ്ട്, റൈഹാനുണ്ട്, വജന്നതു നഈം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗവുമുണ്ട്. ഖബറിൽ വെച്ച് തന്നെ അള്ളാഹു അത് കാണിച്ചു കൊടുക്കും. ഒരു ബാബ് തുറന്നു കൊടുക്കാൻ പറയും സ്വർഗത്തിലേക്ക്, ഒരു വാതിൽ തുറന്നു കൊടുക്കാൻ പറയും. സ്വർഗത്തിലെ സുഗന്ധങ്ങളും സ്വർഗത്തിലെ പഴവർഗ്ഗങ്ങളും ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കും. സ്വർഗത്തിൽ നിന്നൊരു വിരിപ്പ് കൊണ്ടുവന്നിട്ട് അതിൽ കിടക്കാനാണ് പറയുക. എന്നിട്ട് പറയും നന്നായി ഉറങ്ങിക്കോ എന്ന് പറയും. അതാണ് ഫറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം. അതിനു പുറമെ സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, അവർക്ക് അവരുടെ ആത്മാവ് സ്വർഗത്തിൽ പക്ഷികളുടെ ശരീരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആത്മാവിനെ സന്നിവേശിപ്പിക്കും. ആ ആത്മാവിനെ സ്വർഗത്തിലെ പക്ഷികളിലേക്ക് അല്ലാഹു സന്നിവേശിപ്പിക്കും. എന്നിട്ട് സ്വർഗത്തിലൂടെ അവ പാറിപ്പറന്ന് നടക്കുന്നതാണ്. ആ ആത്മാവ് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ സ്വർഗത്തിലെ പക്ഷികളുടെ ശരീരത്തിലായിരിക്കും എന്ന് സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അതാണ് ഫറൗഹുൻ വറൈഹാനുൻ വജന്നതു നഈം. വീണ്ടും വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ, ഇനി ഈ മരിക്കുന്ന ആൾ അസ്ഹാബുൽ യമീനിൽപ്പെട്ട വലതുപക്ഷത്തിൽപ്പെട്ട ആളാണെങ്കിലോ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, അസ്ഹാബുൽ യമീനിൻ്റെ സഹോദര, വലതുപക്ഷത്തിൻ്റെ സുഹൃത്തെ, താങ്കൾക്ക് സമാധാനം. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം, പരമകാരുണ്യകനായ അള്ളാഹുവിൽ നിന്നുള്ള സലാം എന്ന് പറഞ്ഞാൽ ഒന്നും പേടിക്കണ്ട, ശാന്തി, സമാധാനം. മുഖറബീങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉപയോഗിച്ച 3 വേർഡുകൾ, അസ്ഹാബുൽ യമീനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞ ഈ വാക്ക്, ആ ഫളായിലുള്ള വ്യത്യാസമാണ്, ഡിഫറൻസാണത്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് നിങ്ങൾ മിനിമം അമലിൽ നിർത്തല്ലേ. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തുകളിൽ മത്സരിച്ച് മുന്നേറൂ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്,
വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹ അസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് ഞാൻ മുമ്പേ എന്ന് പറഞ്ഞ് മത്സരിക്കാനാണ് പറയുന്നത്. മുസാബഖത്താണ്. കാരണം മുഖറബീങ്ങളിലെത്താൻ മുസാബഖത്ത് വേണം. വ അന അവ്വലുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ അനുസരിക്കുന്നവരിൽ ഞാൻ ഒന്നാമനാണ്. കാരണം അതിൻ്റെ ഒരു ഫള് വേറെ തന്നെയാണ്. എന്നാൽ വലതുപക്ഷത്തിൻ്റെ ആളുകളോടും പറയുന്നത് നിങ്ങളും പേടിക്കേണ്ടതില്ല. ഫസലാമുല്ലക മിൻ അസ്ഹാബിൽ യമീൻ, വലതുപക്ഷത്തിൻ്റെ ആളെ താങ്കൾക്ക് സമാധാനമുണ്ട് എന്ന് പറയപ്പെടും. വ അമ്മ എന്നാൽ കാന മിനൽ മുകദ്ദിബീന ദ്ദാല്ലീൻ, ഈ മരിക്കുന്ന ആൾ മുകദ്ദിബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ, തക്ദീബിൻ്റെ ആളാണെങ്കിൽ, അല്ലെങ്കിൽ ദ്വലാലത്തിൻ്റെ വഴികേടിൻ്റെ ആളാണെങ്കിൽ, മരിക്കുന്ന ആൾ നരകാവകാശിയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് തന്നെ മലക്കുകൾ സത്യവിശ്വാസികളെ റൂഹിൻ പിടിക്കുമ്പോൾ അതിന് അകമ്പടിയായി വരുന്ന മലക്കുകളുടെ മുഖം പ്രകാശസമ്പൂർണമായിരിക്കുന്നതാണ്. വെളുവെളുത്ത മലക്കുകൾ എന്നാണ് പറഞ്ഞത്. ഭയങ്കര പ്രകാശമായിരിക്കും. അല്ലാത്തവരുടെ മുഖത്ത് ഭയങ്കരമായ പരുഷത ഉണ്ടാകുന്നതാണ്. ഭയങ്കരമായ പരുഷത. ആ വരവ് കാണുമ്പോഴേക്ക് തന്നെ എല്ലാ സമാധാനവും നഷ്ടപ്പെടും. ആ മലക്കുകളെ കാണുമ്പോൾ തന്നെ. പിന്നെ മലക്കുൽ മൗത്ത് കൂടി വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ പറയണ്ട. വേദനിപ്പിച്ചിട്ടാണ് മരിപ്പിക്കുക. ഫകൈഫ ഇദാ തവഫത്തുഹുമുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. നബിയെ, മലക്കുകൾ അവരെ മരിപ്പിക്കുന്ന രംഗം താങ്കൾ കണ്ടിരുന്നെങ്കിൽ എന്നാണ്. നമുക്ക് കാണാൻ പറ്റൂല അത്. യദ്രിബൂന വുജൂഹഹും, മുഖത്തടിക്കും എന്നാണ് പറയുന്നത്. മുഖത്തടിക്കും. വഅദ്ബാറഹും, മുതുകുകളിലും അടിക്കും. എന്നിട്ട് ബാസിത്തു ഐദീഹിം അഖ്രിജു അൻഫുസക്കും, അഖ്രിജു അൻഫുസക്കും റൂഹനത്താ എന്ന് പറഞ്ഞുകൊണ്ട് പരുഷമായി പിടിച്ചു വലിക്കേണ്ട അവസ്ഥ വരുന്നതാണ്. അവർ വിട്ടുകൊടുക്കൂല, റൂഹിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അഖ്രിജു അൻഫുസക്കും അൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ, ഏറ്റവും നിന്ദ്യമായ ശിക്ഷ തരാൻ വേണ്ടി കൊണ്ടുപോവാണ്. അങ്ങനെ മരിക്കുന്നൊരവസ്ഥ ആലോചിച്ച് നോക്കൂ. അതിൻ്റെ ഒരു ബേജാറും അതിൻ്റെ ഒരു സങ്കടവും ആലോചിച്ച് നോക്കൂ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം ആളുകളിൽ ഒരു നിലക്കും ഉൾപ്പെടാതിരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെയാണെങ്കിൽ ഫനുസുലും മിൻ ഹമീം, ഹമീമിൻ്റെ സൽക്കാരം. ഹമീമിൻ്റെ ഹാദാ നുസുലുഹും യൗമദ്ദീൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഫനുസുലും മിൻ ഹമീം. ചുട്ട് തിളയ്ക്കുന്ന വെള്ളം കൊണ്ട് അവർക്ക് അന്ന് സൽക്കാരം കുടിക്കാൻ കൊടുക്കാതാണ്. വതസ്ലിയതു ജഹീം, നരകത്തിൻ്റെ എരിക്കലും. സ്വല്ല അല്ലെങ്കിൽ സ്വല എന്ന് പറഞ്ഞാൽ സ്വല്ല യുസല്ലി തസ്ലിയ, അല്ലെങ്കിൽ സ്വല യസ്ലി സ്വലിയൻ എന്നൊക്കെ പറഞ്ഞാൽ കത്തി എരിയുന്നതിനാണ് അത് പറയുന്നത്. കത്തി അമർന്നു പോകുന്നതിനാണത് പറയുന്നത്. കത്തി അമർന്നു പോവുക. പക്ഷേ നരകത്തിൻ്റെ എരിക്കലിനൊരു സ്വഭാവമുണ്ട്. ലാ യമൂതു ഫീഹാ വലാ യഹ്യ, മരിക്കൂല എന്നാൽ ജീവിക്കുകയില്ല. അതാണ് വതസ്ലിയതു ജഹീം, നരകം നിങ്ങളെ എരിച്ചു കളയും. അങ്ങനെയുള്ള നരകത്തിൻ്റെ കത്തിക്കലും ചുട്ടു തിളയ്ക്കുന്ന വെള്ളവുമാണ് നിങ്ങൾക്കുള്ള സൽക്കാരം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മനുഷ്യരോട്, ഇന്ന ഹാദാ, തീർച്ചയായും ഈ പറയപ്പെട്ടത്, ലഹുവ ഹഖുൽ യഖീൻ, ലഹുവ ഹഖുൽ യഖീൻ, ലഹുവൽ ഹഖ് എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇന്ന ഹാദാ ഹുവൽ യഖീൻ എന്ന് പറഞ്ഞാൽ മതി. ലഹുവ ഹഖുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായ സത്യം. ഒരു സംശയവും വേണ്ട. മനുഷ്യനോട് പറയാണ്, ഒരു സംശയവും വേണ്ട, ഇതല്ലേ സത്യം. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതിന് മറുപടി വേണ്ടേ? തർജിഊനഹ, മടക്കി പറഞ്ഞേക്ക്, മരിക്കാതിരിക്ക്. എന്താണ് നിങ്ങൾക്ക് പ്രായമാവുന്നത്? എന്നിട്ട് പറയാണ്, ഞാൻ സ്വതന്ത്രനാണ്, സ്വതന്ത്ര ചിന്തയാണ്. എന്ത് സ്വതന്ത്ര ചിന്ത? മുടി നരയ്ക്കാണ്, തടുക്കാൻ പറ്റുന്നില്ല, എന്നിട്ട് സ്വതന്ത്രനാണ്. സർവത്ര അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽ നിന്നിട്ട് ഇന്നലെ ഒരാൾ ഒരു കമൻ്റ് ഇട്ടത് കണ്ടത്,
ഈ ഇസ്ലാം എന്ന മതത്തിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ജയിലിൽ പോയി കിടക്കുകയാണ്. ഒരാൾ എഴുതിയതാണ്. ജയിലിൽ പോയി കിടക്കലാണ്. സത്യത്തിൽ അവനടക്കമുള്ള സകല മനുഷ്യരും ജയിലിൽ തന്നെയാണ്. ജയിലിൽ തന്നെയാണ്. വിചാരിച്ചതൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക്. നിരീശ്വരവാദത്തെ ഭരണ സംവിധാനമായി അംഗീകരിച്ച നാട്ടിൽ ഒരു സൈക്കിൾ ഓടിക്കണമെങ്കിൽ വരെ നിയമങ്ങൾ പാലിക്കണം. ഒരു സൈക്കിൾ ഓടിക്കണമെങ്കിൽ ആ നാടിൻ്റെ നിയമം പാലിക്കണം, ഇല്ലെങ്കിൽ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. ഏത് രാജ്യത്താണ് അതില്ലാത്ത? ഒരു മനുഷ്യൻ വിചാരിച്ചതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു രാജ്യം ലോകത്തുണ്ടോ? ഇല്ല. ഇനി അവൻ്റെ ശരീരത്തിലേക്ക് നോക്കട്ടെ. അവൻ വിചാരിച്ചിടത്തിലൊക്കെ അവന് പോകാൻ പറ്റുന്നുണ്ടോ? അവൻ ചെയ്യാൻ വിചാരിച്ചതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അവൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നതൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? അവൻ്റെ മുടി നരയ്ക്കാതിരിക്കാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ അവന് പറ്റുന്നുണ്ടോ? തൊലി ചുളിയാതിരിക്കാൻ പറ്റുന്നുണ്ടോ? വയസ്സാവാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? A to Z അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. എന്നിട്ടാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്. മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടിമകളാണ്. എല്ലാവരും അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. വഹുവ ആഖിദും ബിനാസിയത്തി, മനുഷ്യൻ്റെ മൂർധാവ് അള്ളാഹു പിടിച്ചിട്ടുണ്ട്, കുടുമ പിടിച്ചിട്ടുണ്ട്. അള്ളാഹു അനുവദിച്ചിടത്തിലേക്ക് അവനെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോവാണത്. സത്യത്തിൽ അള്ളാഹു കൊണ്ടുപോവാണ്. ഓരോ സ്ഥലത്ത് പോയും അവൻ എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കാൻ വേണ്ടി അള്ളാഹുവാണ് അവനെ കൊണ്ടുപോകുന്നത്. അവൻ പോകുന്നിടങ്ങളിലേക്കൊക്കെ അതിനുള്ള തൗഫീഖ് അള്ളാഹുവാണ് അവന് നൽകുന്നത്. അവനെ പരിശോധിക്കാനും പരീക്ഷിക്കാനും വേണ്ടിയാണത്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, ഈ വിശദീകരിച്ചതെല്ലാം ഉറപ്പുള്ള സത്യമാണ്, ഇതിൽ കളവ് എവിടെയുമില്ല. അതുകൊണ്ട് വിശ്വാസികളെ, മനുഷ്യരെ, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, അത്യുന്നതനായ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവൻ്റെ പരിശുദ്ധിയെ നിങ്ങൾ വാഴ്ത്തുക. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതം തന്നെ ഏറ്റവും വലിയ തസ്ബീഹാണ്. തൗഹീദ് അനുസരിച്ചുള്ള ജീവിതം തന്നെ ഏറ്റവും വലിയ തഹ്മീദാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളായി ജീവിക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാളിൽ ഒരു അവിശ്വാസി പറയുക എന്താണെന്നറിയോ? ഇവിടെ പറയും, ഞാൻ മുസ്ലിം ആവാനില്ല, അതിലും നല്ല ഞാൻ ജയിലിൽ പോവാണ്, പ്രാകൃത മതമാണ്, അങ്ങനാണ് ഇങ്ങനാണ്, നിങ്ങൾ തീവ്രവാദമാണ്, ഇസ്ലാം പിന്തിരിപ്പനാണ്. അള്ളാഹു പറയുന്നത്, റുബമാ യവദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. സത്യനിഷേധികൾ അന്ന് പറയുന്നതാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ. അത് തന്നെ വലിയ ഭാഗ്യമാണ്. ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ. ലൂത്ത് നബിയുടെ ജനതയെ മലക്കുകൾ പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ഫമാ വജദ്നാ ഫീഹാ ഗൈറ ബൈത്തിൻ മിനൽ മുസ്ലിമീൻ. മുസ്ലിം മുസ്ലിം മുസ്ലിം, ഇസ്ലാം ഇസ്ലാം, അത് തന്നെയാണ് രക്ഷയുടെ മാർഗം. അതിലൊരു മെമ്പറാവുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാഗ്യമാണ്. തൗഹീദും ഖുർആനുമൊക്കെ വായിക്കാനും പഠിക്കാനും പറ്റാത്തവൻ്റെ ജീവിതത്തിലൊരവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തൊരു ഇരുട്ടായിരിക്കും ആ ഹൃദയത്തിൽ. ഖുർആൻ ഓതാത്തൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്തൊരു ഇരുട്ടായിരിക്കും. അള്ളാഹു വലിയൊരു ഭാഗ്യമാണ് ഖുർആനിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം, അത്യുന്നതനായ രക്ഷിതാവിൻ്റെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുക. എങ്കിൽ ഈ ലോകത്തും മരിക്കുന്ന സമയത്തും ഖബറിലും മഹ്ശറിലും സിറാത്തിലും ഒക്കെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും. അങ്ങനെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ ഈമാനിൻ്റെ വസന്തമാണ് ഈ അധ്യായം. വിശ്വാസികൾക്ക് ഇത്രയധികം പ്രചോദനവും ആവേശവും നൽകുന്ന മറ്റൊരധ്യായം കാണുക സാധ്യമല്ല. ഭയപ്പെടുന്ന ആളുകൾക്ക് ഇത്രയധികം ഭയപ്പാട് നൽകുന്ന മറ്റൊരു അധ്യായം കാണുക സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ഈ അധ്യായം എന്നെ വയസ്സനാക്കി, എൻ്റെ മുടി നരപ്പിച്ച് കളഞ്ഞു ഈ അധ്യായം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ ഓരോ ആയത്തുകളും, ഓരോ ആയത്തിനും ഒരു കടലിനോളം ആയമുണ്ട് മനുഷ്യൻ അറിയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വ ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം,
ഇന്നഹു ലഖുർആനു കരീം ഫീ കിതാബിൻ മക്നൂൻ. നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊരു മഹാസത്യമാണ്, ഇത് മാന്യമായ ഖുർആനാണ്, ലൗഹുൽ മഹ്ഫൂദിലുള്ളതാണ്, മുത്തഹ്ഹിരീങ്ങളല്ലാതെ ഇതിനെ സ്പർശിക്കുകയില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞ വല്ലാത്തൊരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ എന്ന് പറഞ്ഞല്ലോ, ഖുർആനിനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുകയില്ല എന്നതുപോലെ ഹൃദയത്തിൻ്റെ ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആനിൻ്റെ ആശയങ്ങളെ സ്പർശിക്കുകയില്ല. നിങ്ങൾക്കൊരായത്ത് സ്ട്രൈക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിക്കനുസരിച്ചാണ്. ഒരേ ആയത്ത് 100 ആളോതും, പക്ഷേ ആ 100 ആളുകളും ഒരേപോലെ ആയിരിക്കില്ല ആ ആയത്തിനെ നെഞ്ചിലേറ്റിയത്. ആ ആയത്തിനെ നെഞ്ചിലേറ്റിയത് ഒരേ പോലെ ആയിരിക്കുകയില്ല. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിൻ്റെ റബ്ബിൻ്റെ ശിക്ഷ വരിക തന്നെ ചെയ്യുമെന്നൊരായത്ത് ഓതിയതാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒരുപാട് ദിവസം രോഗിയായി കടന്നുപോയി പേടിച്ചിട്ട്. ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, നിൻ്റെ റബ്ബിൻ്റെ ശിക്ഷ വരിക തന്നെ ചെയ്യും. അത് ഉള്ളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി. ഫുളൈൽ ഇബ്നു ഇയാദ്, ലോകം കണ്ട മഹാപണ്ഡിതൻ, നാവിൽ നിന്ന് വരുന്നതൊക്കെ സ്വർണത്തിൽ എഴുതേണ്ട വാക്കുകളായിരുന്നു. എന്താ സംഭവിച്ചത്? രാത്രിയിൽ ഒരു സ്ത്രീയെ സമീപിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് ആ വീട്ടിൽ നിന്ന് ഓത്ത് കേൾക്കുന്നത്. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വിശ്വാസികൾക്ക് സമയമായില്ലേ അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥം പാരായണം ചെയ്ത് അവരുടെ ഹൃദയം ലോലമാവാനും റബ്ബിനെ ഭയപ്പെട്ട് അള്ളാഹുവിന് കീഴൊതുങ്ങാനും നിങ്ങൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? അതല്ല വേദക്കാരെ പോലെ ഹൃദയം കടുത്ത് എത്ര ഖുർആൻ ഓതിയാലും മനസ്സിന് മാറ്റം വരാത്തവരെ പോലെയാണോ നിങ്ങൾ? അപ്പോൾ അലം യഅനി ലില്ലദീന ആമനൂ, നിങ്ങൾക്ക് ഇനിയും നന്നാവാൻ സമയമായില്ലേ എന്ന് ഒരു തിന്മ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ കേൾക്കുകയാണ്. അദ്ദേഹം അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നാണ്, ഒരൊറ്റ നിർത്താണ്. അവിടുന്ന് മടങ്ങി എനിക്ക് ഇൽമു പഠിക്കണം, ഉസ്താക്കന്മാരെ തേടി യാത്രയായി. പിന്നെ അദ്ദേഹത്തെ തേടി വിദ്യാർത്ഥികൾ വരുന്ന അവസ്ഥയിലേക്കെത്തി. അത്രയും വലിയ ആലിമായി മാറി ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ്. ഖുർആൻ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്നതിൻ്റെ ഓരോ രൂപങ്ങളാണ്. അത് പറയുകയാണെങ്കിൽ ധാരാളം പറയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയ ഈ അവസരത്തെ ഭംഗിയായി ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ റബ്ബിനോട് അങ്ങേയറ്റം നന്ദിയുള്ള ആളുകളായി തീരുക. വതജഅലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ എന്നത് ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമുക്കും ബാധകമായി തീരും. ഈ വമ്പിച്ച നിഅമത്തിനോട് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുകയും ഈ നിഅമത്തിനെ വേണ്ടത്ര നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് അടുത്ത ദർസിൽ അടുത്ത ആഴ്ച ഇൻഷാ അള്ളാഹ് ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല. അതിനുശേഷമുള്ള ആഴ്ചയിൽ നമുക്ക് പുതിയ അധ്യായത്തിലേക്ക് ഇൻഷാ അള്ളാഹ് പ്രവേശിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ അഹ്ലുകാരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതിലൂടെ സ്വർഗത്തിൻ്റെ അഹ്ലുകാരിൽ അള്ളാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നരകാഗ്നിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.